അടിത്തറ ശക്തമാക്കി മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്ന് വിലയിരുത്തുന്നു കോൺഗ്രസ്. ലോക്സഭാ നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ DCCകളുടെ അഭിപ്രായം ഇനി മുതൽ കാര്യമായി പരിഗണിച്ചേക്കും. DCCകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ AICC തന്നെ പ്രത്യേകം സംവിധാനമൊരുക്കും. സജീവമല്ലാത്ത DCCകൾ ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കും. അത് കേരളത്തിനും ബാധകമാണ്. കേരളത്തിലെ ഉൾപ്പെടെ DCC പുനഃസംഘടന പാർട്ടിയുടെ മൊത്തത്തിലുള്ള പുനഃസംഘടന കേരളം മാത്രം ചർച്ചയാകേണ്ടതല്ലോ AICC എന്ന് പറഞ്ഞത് പൊതുവായിട്ടുള്ള ചർച്ചകൾ. ഭാരത് ജോഡോ യാത്രാ മാതൃകയിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും നേതാക്കൾ ഒറ്റക്കെട്ടായി ജാഥകൾ നടത്താൻ പോവുകയാണ്. ജാഥകൾ കൂടി പൂർത്തിയാകുന്നതോടെ കേരളം, ബീഹാർ, തമിഴ്നാട്, ബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നേതൃത്വമാകെ കേന്ദ്രീകരിക്കും. Party has decided to empower the leaders and bring in more young people. The district presidents, as Rahul Gandhi ji said, should be given more responsibility, and that will happen in the time to come. ഗുജറാത്ത് കോൺഗ്രസിലെ BJPക്കാരെ പുറത്താക്കുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ്. അഹമ്മദാബാദ് സമ്മേളനം പൂർത്തിയാകുന്നതോടെ ഗുജറാത്ത് കോൺഗ്രസിലെ ശുദ്ധികലശം ആരംഭിക്കും. പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 169 പ്രതിനിധികൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇവിടെ അഹമ്മദാബാദിലെ വേദിയിൽ. വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.